അമ്പലനടയിലെ പടം ഒരു ഫുൾ കോമഡി ആയിട്ട് ഫീൽ ചെയ്തത്. അതായത് പെർഫോമൻസ് വൈസ് ആയാലും മറ്റേ പൃഥ്വിരാജ് ബേസിൽ ഇവരുടെ രണ്ടുപേരും കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ ഒക്കെ എടുത്ത് പറയുകയാണെങ്കിൽ ക്ലൈമാക്സിൽ ഒരു ആക്ഷനും കാര്യങ്ങളും തന്നെയാണ്. അതിലൊക്കെ പുള്ളിയുടെ ഈ എനർജിയും ലെവലും അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ഒരു എൻ്റർടൈനറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്നതാണ്. ബേസിലും പൃഥ്വിരാജ് നമ്മളൊരു കോംബോ ഫുൾ കോമഡി ആയിട്ടാണ്. അതായത് ഒരു അലിയന്മാരായിട്ടുള്ള ബന്ധമാണ്. നല്ല രസമായിട്ട്. അതായത് അതിൻ്റെ കഥയൊക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ അറിയാണ്ടൊരു ചിരി നമ്മുടെ മനസ്സിൽ എന്തായാലും വരും. മനസ്സിലല്ല, നമ്മളത് പ്രകടിപ്പിക്കും. അമ്മാതിരി ഒരു പടമാണ്. എന്തായാലും വെറുത്താണ്. എടുക്കണ കാശ് മുതലാവുന്ന പടം. അതാണ് പടം. നല്ല പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മെയിനായിട്ട് കാണാൻ നമ്മൾ ഡയറക്ടറെ ഒരിതാണ്. അതായത് ജെ നമ്മൾ കണ്ടുകൊണ്ട് എനിക്ക് ആ ഡയറക്ടറെ വിശ്വാസമുണ്ട്. നമ്മൾ കാണാൻ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ പടം പോയി. എല്ലാവരും നല്ല ചെയ്തിട്ടുണ്ട് കേട്ടോ. കോമഡിയൊക്കെ ഒരു രക്ഷയില്ല. ആദ്യം തന്നെ അവസാനം വരെ കോമഡിയാ, ഒരു ലാഗിയ കോമഡിയൊന്നുമില്ല. ഫുൾ എൻ്റർടൈൻ്റെ പടം. അതായത് ഈ സിറ്റുവേഷൻ കോമഡിയാണ്. ആ സിറ്റുവേഷൻ കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരി ചുപ്പാട്. അത് നിങ്ങൾ പടം കാണാൻ മനസ്സിലാവും. എനിക്കൊക്കെ ചെറിയൊരു ചിരി പറഞ്ഞാൽ ഞാൻ ചിരി തലവെക്കുന്നതാണ്. ആ ചിലൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഉപ്പാട്. അത് ഡയറക്ടറുടെ ബ്രില്യൻ്റ് കേട്ടോ. അന്യ ബ്രില്യൻ്റ് ആണ്. അതെനിക്ക് അത് പടം കണ്ട് തുടക്കം കണ്ടപ്പോഴേ എനിക്ക് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഡയറക്ടർ ബ്രില്യൻ്റ് ആൾ തന്നെ. അത് നമുക്ക് തെളിയിച്ചിട്ടുണ്ട് പടത്തിൽ നേരത്തെ. എന്നാലും അത് പടം കണ്ടപ്പോൾ മനസ്സിലായി ഡയറക്ടർ വേറെ ലെവലിലാണ് പടം കൊണ്ടുപോകുന്നത്. പൃഥ്വിരാജ് നമ്മൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പടം ഇത്ര നല്ല പടം. സത്യം എന്ന് പറയാം, ഒട്ടും പ്രതീക്ഷിച്ചില്ല. കിട്ടില്ല പടം. വേറെ ലെവൽ നല്ല കളർ ആൾക്കാർ ഇടിച്ച് ഇത്ര നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രത്യേക സ്ഥിരം ഒരു മസിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പടം ഹിറ്റാക്കിയിട്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ ഒരു മസിൽ കൊടുത്ത ആക്ഷനിലും ആ മസിൽ കൊടുത്ത് ഇറക്കണം. അതൊന്നും മാറ്റിയാൽ പടം. അത് ആദ്യം തുടക്കം അന്നേരം പോലെ ഉണ്ട് വിളിക്കാൻ മസിൽ കൊടുത്ത്. അതൊന്നും മാറ്റിയാൽ മതി. ബാക്കിയൊക്കെ ഓക്കെ. പിന്നെ മറ്റേ ജേസി പ്രസവനായാലും പറഞ്ഞ കാര്യമില്ല. അത് വേറെ ലെവലാണ്. അത് പുള്ളി ഉണ്ടോ ഇപ്പോൾ പടം 100% ഉറപ്പായില്ല. ആരും പ്രതീക്ഷ നമുക്കുണ്ട്. എല്ലാവരും നീലവില നല്ലോണം ചെയ്യുന്നുണ്ട്. നീലവില അടിപൊളി ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 10,000 നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അങ്ങനെ എല്ലാവരും നല്ലത് ചെയ്തിട്ടുണ്ട്. പടം ഹിറ്റ് അടിക്കും 100% ഉറപ്പാണ്. ഒരു സംശയം.